ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പ്ലെയിൻ സെറാമിക് മഗ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു ചെറിയ ഡ്രോയിങ് ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ക്രാഫ്റ്റ് ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ ബോട്ടിൽ ഫേസ് ആർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ തോന്നി ഈ മഗ്ഗിൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. എനിക്കങ്ങനെ നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി സിമ്പിളാണ്, എന്നെക്കൊണ്ടൊക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് ട്രൈ ചെയ്താൽ പറ്റുമായിരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 പിക്ചർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇക്കാടെ പിക്ചറും പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു വേർഡിങ്സും ആണ്. അപ്പോൾ ഇക്കാടെ പിക്ചറിനെ ഞാൻ ആദ്യം വെബ്സൈറ്റിൽ ഇട്ടിട്ട് ഒരു സ്റ്റെൻസിൽ ഡ്രോയിങ് ആയി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ട്രേസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിക്ചർ നമ്മൾ ചൂസ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈവണായിട്ട് ഫേസിൽ ലൈറ്റുള്ള പിക്ചർ ചൂസ് ചെയ്യണം. ഒരു ഭാഗത്ത് ഷെയ്ഡ് എങ്ങാനുണ്ടെങ്കിൽ ആ ഭാഗം ഫുള്ള് ഡാർക്കായി പോവും. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് ലൈറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫീച്ചേഴ്സും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പിക്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പം ഞാൻ ആദ്യം ഇതിനെ ഒരു വെബ്സൈറ്റിലിട്ടിട്ട് സ്റ്റെൻസിൽ ഡ്രോയിങ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് ലാപ്ടോപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല, മൊബൈലിലോ ടാബ്ലറ്റിലോ എന്ത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനപ്പോൾ ഇതിൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൽ നമുക്ക് ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് rapidsizer.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലെ ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ വരും. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പേജ് വരും. ഇവിടെ യൂസ് ആൻ ഇമേജ് ഫ്രം യുവർ ഡിവൈസ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിക്ചർ ചൂസ് ചെയ്യേണ്ടത്. പിക്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ മൊബൈലിലാണെങ്കിൽ താഴെ, ലാപ്ടോപ്പിലാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ കുറച്ച് ബട്ടൺസ് കാണും. അതിൽ ഈ ത്രെഷോൾഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സ്റ്റെൻസിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 ഡാർക്ക് വൈറ്റ് ഷാർപ്പ് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 അഡ്ജസ്റ്റ്മെൻറ്റ് ബാർസാണുള്ളത്. ഇതിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റെൻസിൽ കിട്ടും. ഇതിപ്പോൾ നമ്മളെപ്പോലെ വരയ്ക്കാനൊന്നും അറിയാത്തവർക്കുള്ള കുറുക്ക് വഴിയാണ് കേട്ടോ. നന്നായി പിക്ചറൊക്കെ ഡ്രോ ചെയ്യാൻ അറിയുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ ഡാർക്ക് സൈഡിലോട്ട് ആക്കണതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് വേണ്ട പോലെ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഓർ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. മൊബൈലിലാകുമ്പോൾ ഇതെല്ലാം താഴോട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റെൻസിൽ ഡ്രോയിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ പിക്ചറിനെ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിലോട്ട് ട്രേസ് ചെയ്തെടുക്കാം. മൊബൈലിലും ടാബ്ലറ്റിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. സ്ക്രീനിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ട്രേസ് ചെയ്തെടുക്കാൻ ഈസിയാണ്. ഈ പേപ്പർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ടേപ്പ് വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഔട്ട്ലൈൻ വരച്ചു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തു. അപ്പം ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കാം. കൊള്ളാം, തരക്കേടില്ല അല്ലേ? ഇക്കാടെ ഒരു ചായയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കപ്പിലോട്ട് ട്രേസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറകിൽ ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിട്ട് ഒരു കാർബൺ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യില്ല, അതുപോലെ കാർബൺ പേപ്പറിന് പകരം നമ്മൾ ഇതിൻ്റെ പുറകിൽ പെൻസിൽ കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യും. എന്നിട്ട് ഇതിനെ കപ്പിലോട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. കപ്പ് നമ്മളിങ്ങനെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുമ്പം ഈ സൈഡിൽ ഫേസ് വരണ മാതിരി ഡ്രോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം.
കറക്റ്റ് പൊസിഷൻ മേലെയും താഴെയും കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ പേപ്പറിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഇതിനെ ട്രേസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ പിക്ചറിൻ്റെ ട്രേസ് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോർഡേഴ്സൊക്കെ നമ്മളൊരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. ഞാനിവിടെ ഒരു അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യണത്. ഇത് ബെസ്റ്റ് ഓൺ സെറാമിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യാം നമുക്ക്. ഈ മഗ് ആക്ച്വലി ഞങ്ങളൊരു 1 മിനിറ്റ് ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇവിടെ ഹാപ്പി UAE എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തു. അതിൽ മെയിൻ പ്രോപ്പർട്ടിയാണ് ഈ മഗ്. ഇതിൻ്റെ മേലെ ഞങ്ങൾ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു സ്മൈലിയൊക്കെ വരച്ചിട്ട് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1 മിനിറ്റേ ഉള്ളൂ, അത് പോയി കണ്ടു നോക്കണം. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് പെയിൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. നല്ല ക്ഷമ വേണ്ട പരിപാടി കേട്ടോ. അത്യാവശ്യം സമയം നല്ല ക്ഷമ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കട ഏകദേശമൊക്കെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ എപ്പോഴും മുടി വളർത്തിയിട്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ മുടി വളർത്തിയിട്ടായിരുന്നു. എപ്പോഴും മുടി വളർത്തിയിട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പം മൊട്ടയടിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫേസായിട്ട് നോക്കുമ്പോൾ സാമ്യം തോന്നില്ലെങ്കിലും ആളുടെ പഴയ ഫേസായിട്ട് അത്യാവശ്യം സാമ്യമൊക്കെ ഉണ്ട്. ഈ പെയിൻറ്റിങ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ സൈഡിൽ വരയ്ക്കാനുള്ള വേർഡിങ്സ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രോയിങ്ങൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു പെർഫെക്ഷനൊന്നും അവകാശപ്പെടാൻ പറ്റില്ലെങ്കിലും തരക്കേടില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കൊറോണ കാലത്ത് ഞാൻ പുതിയൊരു സംഗതി കൂടി പഠിച്ച് ട്രൈ ചെയ്തു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. ഹാൻഡ് മെയ്ഡായിട്ട് നമ്മുടെ ആർക്കെങ്കിലും അവരുടെ സ്പെഷ്യൽ ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ കഴിവുണ്ടാവണം എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സെറാമിക് മഗ് ഇല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മുകളിലും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും വരക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സും എനിക്ക് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബി സേഫ്, ബി ഹാപ്പി. അസ്സലാമു അലൈക്കും.